ജവാൻ എന്ന ചിത്രത്തിന് ശേഷം നയൻതാര വീണ്ടും ബോളിവുഡിലേക്ക് എന്ന വാർത്തകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. സൽമാൻ ഖാനെ നായകനാക്കി വംശി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നായികയായിട്ടാണ് നയൻതാരയുടെ രണ്ടാം വരവ്. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. നയൻതാരയും ചിത്രത്തിന്റെ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ ആരാധകരുടെ ചോദ്യവും ചർച്ചകളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ സജീവമാവുകയാണ്. അറ്റ്ലി സംവിധാനം ചെയ്ത ജവാൻ എന്ന ചിത്രത്തിൽ ഷാറൂഖ് ഖാന്റെ നായികയായിട്ടായിരുന്നു നയൻതാരയുടെ ബോളിവുഡ് അരങ്ങേറ്റം. എന്നാൽ ചിത്രത്തിൽ നയൻതാരയേക്കാൾ ദീപിക പദുക്കോണിനായിരുന്നു സ്ക്രീൻ പ്രസൻസും പ്രതിഫലവും എല്ലാം കൂടുതലെന്ന വാദം നയൻ ഫാൻസിനെ നിരാശപ്പെടുത്തിയിരുന്നു. ഈ സൽമാൻ ഖാൻ ചിത്രം ആ കുറവുകൾ പരിഹരിക്കുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ജവാൻ എന്ന ചിത്രത്തിന് വേണ്ടി നയൻതാര വാങ്ങിയത് 10 കോടി രൂപയാണ്. എന്നാൽ ഈ സൽമാൻ ഖാൻ ചിത്രത്തിനു വേണ്ടി എത്രയാണ് വാങ്ങുന്നത്, നയൻതാര എത്ര കോടി ആവശ്യപ്പെട്ടു എന്നൊക്കെയുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാകുന്നു. ജവാന് ശേഷം നയൻ തന്റെ പ്രതിഫലം ഉയർത്തിയിരുന്നു. സൽമാൻ ഖാൻ ചിത്രത്തിനു വേണ്ടി 18 കോടി മുതൽ 20 കോടി വരെയാണ് നയൻതാരയുടെ പ്രതിഫലമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. പ്രതിഫലത്തിന് പുറമെ നയൻതാരയും സൽമാൻ ഖാനും തമ്മിലുള്ള പ്രായവ്യത്യാസവും ചിലർ ചർച്ച ചെയ്യുന്നു. 41-കാരിയായ നയൻതാരയ്ക്ക് 60-കാരനായ സൽമാൻ ഖാനോ, 19 വയസ്സിന്റെ പ്രായവ്യത്യാസമോ എന്നൊക്കെയുള്ള ചോദ്യത്തെ ആരാധകർ പൊളിച്ചെടുക്കുന്നുണ്ട്. ഷാറൂഖ് ഖാനും ഇതേ പ്രായം തന്നെയായിരുന്നു. മാത്രമല്ല 65-കാരനായ മോഹൻലാലിനൊപ്പവും 74-കാരനായ മമ്മൂട്ടിക്കൊപ്പവും നയൻതാര അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ പേട്രിയറ്റ് എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നുമുണ്ട്. പ്രായവും പ്രതിഫലവും ഒന്നുമല്ല, അതിനപ്പുറം നയൻതാരയ്ക്കിനി സൂപ്പർ സ്റ്റാർ ചിത്രങ്ങൾ വരില്ല. സ്ത്രീപക്ഷ സിനിമകളിലേക്ക് ഒതുങ്ങുകയാണ് നടിയെന്ന പ്രചരണത്തിനിടയിൽ ഈ സൽമാൻ ഖാൻ ചിത്രം വലിയൊരു ബ്രേക്ക് ആണ് എന്നാണ് ആരാധകരുടെ വാദം.